പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളെ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പൊ നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്നുള്ളതാണ്. ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ഈശ്വരൻ നമ്മുടെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചിന്ത കൊണ്ട് വർണ്ണിച്ചുകൂടാനാവാത്ത വിധത്തിൽ നമ്മെ നമ്മുടെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സമാധാനം അനുഭവിക്കുന്നത്. ദൈവസ്നേഹത്തിന് പകരം വെക്കുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം അത്രമാത്രം വലിയതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ അവൻ തന്റെ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചതാണ്. യേശു നമ്മെ സ്നേഹിക്കാൻ വേണ്ടി, യേശു നമുക്കൊരു വീണ്ടെടുപ്പ് തരാൻ വേണ്ടി, യേശു നമുക്കൊരു രക്ഷ നൽകാൻ വേണ്ടി, ഹല്ലേലൂയ, യേശു സ്വീകരിച്ച ആ ക്രൂശിലെ യാഗം, ക്രൂശിലെ മരണം, ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും കർത്താവിന് സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ളതല്ല, ആ സ്നേഹത്തെ നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ഈശ്വരോ, ഇപ്പൊ കർത്താവ് നൽകിയ സ്നേഹം എന്നൊക്കെ പറയുന്നത് അതിന്റെ വിലമതിക്കാനാവാത്തതാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപി, പിതാവി, സഹോദര, നിങ്ങൾ ആരുമായിരുന്നോട്ടെ, ഇത് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് ക്രൂശിൽ നൽകിയ മഹാസ്നേഹമാണ്. ഈ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിക്കത്തില്ല. ഈ ലോകക്കാര് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമെല്ലാം വെറും അഭിനയമായിരിക്കും. അത് താൽക്കാലികമാണ്. അത് അപ്പോൾ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് നൽകിയ സ്നേഹം എന്ന് പറയുന്നത് മഹാസ്നേഹം നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു തന്റെ മരണത്തിലൂടെ നമുക്ക് തന്ന മഹാസ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയിലും, വാക്കിലും, നോട്ടത്തിലും, നമ്മുടെ കേൾവിയിലും, കൊടുക്കലും, വാങ്ങിയലിലും, നമ്മുടെ പ്രവൃത്തിയിലും, പ്രയത്നത്തിലും ഒക്കെ ഹല്ലേലൂയ നമ്മളത് വെളിപ്പെടുത്തണം. സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. എന്തായാലും നമ്മുടെ മുമ്പത്തെ അവസ്ഥ അതിക്രമങ്ങളാൽ, ഹല്ലേലൂയ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മൾ. ജഡമോഹങ്ങളാൽ മരിച്ചവർ, മനോവികാരങ്ങൾക്ക് വിധേയപ്പെട്ടവർ, അങ്ങനെ ദൈവമായിട്ട് നമുക്ക് അടുക്കുവാൻ കഴിയാത്ത അത്രമാത്രം ജഡികമായ ജീവിത സ്വഭാവങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ എന്നെയും നിങ്ങളെയുമാണ് നമ്മുടെ കർത്താവ് സ്നേഹിച്ചതെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ലോകം തള്ളിക്കളഞ്ഞ സകലരെയും യേശു സ്നേഹിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാ, ലോകത്തിന് നിങ്ങളെ വേണ്ടായിരിക്കും, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ വേണ്ടായിരിക്കും, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ വേണ്ടായിരിക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ വേണ്ടായിരിക്കും. പക്ഷെ കർത്താവിന് നിങ്ങളെ ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി തന്നത്. അപ്പൊ അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിരുന്ന നാം ഓരോരുത്തരും ഹല്ലേലൂയ, അപ്പം കർത്താവിന്റെ മരണത്തിലൂടെ നമുക്ക് തന്ന വിടുതൽ, ഇതാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം വായിക്കും. വിശ്വാസിയുടെ സ്ഥാനം ക്രിസ്തുവിനാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 2-ാം അധ്യായത്തിൽ വായിച്ചത് വിശ്വാസി സ്വർഗത്തിലാണ് എന്നുള്ളതാണ്. കാരണം നാം കൃപയാൽ രക്ഷിക്കപ്പെട്ട് അവരോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നാണ് വായിച്ചു വരുന്ന ഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരും, വിശ്വാസി സഭയിലാണ്. 4-ാം അധ്യായത്തിൽ വിശ്വാസി പാഠശാലയിലാണ്, അഥവാ ഈ ലോകത്തിൽ. 5-ാം അധ്യായത്തിൽ വിശ്വാസി കുടുംബത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം.
6 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസി പോർക്കളത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചരിത്രം പറഞ്ഞതാണ്. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനമാന അല്ലേലൂയകൾ, ബഹുമാനങ്ങൾ, ദൈവം നമുക്ക് പദവികൾ അല്ലേലൂയ, അതെല്ലാം ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമുക്ക് ലഭ്യമായതാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തുമില്ലായിരുന്നു. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷമായി നമ്മുടെ ശൈശവ പ്രായം തൊട്ട് ഇന്ന് നാം ഓരോരുത്തരും എത്തി നിൽക്കുന്ന ആ സമയം വരെ, നമ്മുടെ പ്രായം വരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മഹാസ്നേഹമാണ് നമുക്ക് ഈ നിൽക്കുവാനുള്ള എല്ലാ കാരണവും നൽകി തന്നത്. പ്രൈസ് ലോർഡ്. എത്രയോ പ്രാവശ്യം ലോകക്കാർ നിങ്ങളെ വെറുത്തു പോയിട്ടുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം നമ്മുടെ സഹോദര വർഗങ്ങളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, അയൽവാസികളെ, നമ്മുടെ സഹവിശ്വാസികളെ, ഇടയന്മാരെ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക തന്നെ ചെയ്യണം. ആരോടും പകയും കയ്പും വെച്ചുകൊണ്ടിരിപ്പാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നുവെന്ന് 1 യോഹന്നാന്റെ ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. ഈശ്വരോ. അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തു. ക്രൂശിൽ നമുക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്തു. അതേപോലെ നാം സഹോദര വർഗങ്ങൾക്ക് വേണ്ടി നിൽക്കണമെന്നാണ് ആമീൻ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ആമീൻ പങ്കെടുത്തപ്പോൾ അവിടെ കേട്ടൊരു മെസ്സേജ് ഇങ്ങനെയാണ് പറഞ്ഞത്. അത് പല ദൈവദാസന്മാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങളെന്ന് ഉറപ്പിക്കാനാക്കി. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സ്നേഹം എന്ന് പറയുന്നത് ലോകത്തിൽ വിവിധമായ നിലകളിലാണ്. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, TV തുറന്നാൽ ഹല്ലേലൂയ സ്നേഹത്തിന്റെ അനവധി കാര്യങ്ങൾ സീരിയലിലൂടെ, കോമഡിയിലൂടെ, റിയാലിറ്റി ഷോകളിലൂടെ, സിനിമകളിലൂടെ ഒക്കെ കാണാൻ കഴിയും. ഒരുപാട് സ്നേഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്നേഹിക്കുന്നത് എങ്ങനെ, സ്നേഹം എങ്ങനെ കൊടുക്കണം, ആ സ്നേഹം എന്താണെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ സ്നേഹമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും അതൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, ആ സ്നേഹം അഭിനയിക്കുവാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് ഈ ചലച്ചിത്രലോകവും ഈ കോമഡി സീരിയൽ രംഗത്തൊക്കെ അവര് ആ സ്നേഹം അഭിനയിക്കുന്നത്. അത് വെറും അഭിനയമാണ്, പണത്തിന് വേണ്ടിയിട്ടുള്ള അഭിനയമാണ്. അത് സ്നേഹമല്ല. അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന സ്നേഹമാണ്. കോടികൾ വാങ്ങിയിട്ട് ആ സ്നേഹം അതെല്ലാം തകർന്നു പോകുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, സിനിമാ ലോകത്തൊക്കെ വളരെ സ്നേഹിച്ച് സ്നേഹം കൊടുത്ത് കോടികൾ വാങ്ങി സ്നേഹം അഭിനയിച്ച് നമ്മെ കാണിച്ചവരൊക്കെ പിന്നീട് ആത്മഹത്യ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? അവർക്കൊന്നും നിലനിൽപ്പില്ല. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്നത് യേശു നമുക്ക് ക്രൂശിൽ തന്നതാണ്. അതാണ് ഒറിജിനാലിറ്റി സ്നേഹം എന്ന് പറയുന്നത്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമുക്ക് തന്ന, നമ്മുടെ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ സ്നേഹം ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയില്ല. നാം എത്രമാത്രം തെറ്റ് ചെയ്താലും, കുറ്റങ്ങൾ ചെയ്താലും, എന്തെല്ലാം കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, അല്ലെങ്കിൽ ലോകം നമ്മെ തള്ളിക്കളയുമ്പോൾ, അധികാരികൾ നമ്മെ തള്ളിക്കളയുമ്പോൾ, സഹോദരങ്ങൾ നമ്മെ തള്ളിക്കളയുമ്പോൾ, സ്വന്തം ഭവനക്കാർ തള്ളിക്കളയുമ്പോൾ, നമ്മെ തള്ളിക്കളയാതെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന മഹാസ്നേഹം എന്ന് പറയുന്നത് യേശു നമുക്ക് തന്ന സ്നേഹമാണ്. രക്തം ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാനും നിങ്ങൾ വിധേയപ്പെട്ടു കൊടുത്തുകൊണ്ട്, ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വരവിനായി നമ്മൾ ഒരുക്കമുള്ളവരായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ദിനംതോറും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ സ്നേഹം വെറും അഭിനയമാകരുത്. ഹല്ലേലൂയ. കാര്യസാധ്യത്തിന് വേണ്ടി, കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് സ്നേഹിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കമിതാക്കളുടെ ഇടയില്, യുവാക്കന്മാർ, യൗവനക്കാരുടെ ഇടയില് അനവധി സ്നേഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ.
ബസ് സ്റ്റേഷനുകളിലും വെയിറ്റ് ഷെഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പൊതുസ്ഥലത്ത് എവിടെ നോക്കിയാലും കവിതാക്കളുടെ അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ കവിതാക്കളുടെ വലിയ സ്നേഹത്തിന്റെ നിരകൾ തന്നെ കാണാം. കാരണം സ്കൂളിൽ പോലും പോകാതെ മക്കളെ മാതാപിതാക്കൾ സ്കൂളിൽ പോകാതെ കോളേജിൽ പോകാതെ അവർ ബാഗുമായിട്ട് കവിതാക്കളോടൊപ്പം വിവിധമായ സ്ഥലങ്ങളിൽ പോയി ഉല്ലസിച്ച് ചുറ്റിക്കറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭയങ്കര സ്നേഹമാണ് അല്ലേ? അതെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള സ്നേഹമാണ്. അത് യാഥാർത്ഥ്യമായ സ്നേഹമല്ല, കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹം. എന്നെ കേൾക്കുന്ന യുവാക്കന്മാരെ കൗമാരക്കാരോടൊക്കെ പറയട്ടെ, നിങ്ങൾ ആരുടെയും സ്നേഹത്തിനകത്ത് വഞ്ചിതരാകരുത്. അല്ലേരിയ അവരുടെ കാര്യം കണ്ടു കഴിയുമ്പോൾ നിന്നെ അവൻ തഴഞ്ഞേച്ചു പോകും. പ്രൈസലോ, നിന്നെ സ്നേഹിക്കുവാൻ ഭൂമി നിന്റെ അപ്പനും അമ്മയെ കാണത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ അപ്പനെയും അമ്മയും വിട്ടിട്ടുള്ള സ്നേഹം നീ മറ്റാരോടും പ്രകടമാക്കരുത്. അല്ലേരിയ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നീ മറ്റൊരു സ്നേഹത്തിലേക്ക് പോയാൽ മാതാപിതാക്കളുടെ കണ്ണുനീർ നിന്റെ ജീവിതത്തിൽ വരും. അത് നിനക്ക് ശാപമായി മാറും. പ്രൈസലോ, അതുകൊണ്ട് ക്രിസ്തു നിന്നെ സ്നേഹിച്ചതുപോലെ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കണം, നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം, നിന്റെ സഹവിശ്വാസിയെ സ്നേഹിക്കണം. അല്ലേലിയ അത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹമാകരുത്. പ്രൈസലോ, അല്ലേ? ഈ വിശ്വാസ സമൂഹത്തിനകത്ത് വലിയ സ്നേഹം കാണാൻ കഴിയും. അല്ലേലിയ നമുക്കറിയാം, ഒരു സഭയിൽ ഒരു പാസ്റ്റർ 2-3 വർഷമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ആ 3-ാം വർഷമൊക്കെ അടുത്ത് അല്ലെങ്കിൽ അവർക്ക് മാറ്റമായി വരുമ്പോഴത്തേനും അടുത്ത മാറ്റമുണ്ടല്ലോ, ആ മാറ്റമായി വരുമ്പോഴത്തേനും ആ സഭയുടെ ശുശ്രൂഷകന്മാർ അടുത്ത അല്ലെങ്കിൽ സഭയിലേക്ക് ഒന്ന് ചേക്കാറാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത സെന്ററിലേക്ക് ചേക്കാറാൻ വേണ്ടിയിട്ട് നേതൃത്വത്തെ സീനിയർ പാസ്റ്റർമാരെ വളരെ സ്നേഹിക്കുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ വാതോരാതെ അവരെ കുറിച്ച് സംസാരിക്കും. എന്തിനാണ്? അവർക്ക് അടുത്തൊരു സഭയിലേക്ക് പോകാൻ വേണ്ടിയുള്ള താൽക്കാലികമായ ഒരു കാപട്ടി സ്നേഹമാണ് അതൊക്കെ. അല്ലേ? അവരെ പോലെ മറ്റ് കർത്തദാസന്മാരെ സെന്ററിലുണ്ട്. അവർക്കൊരു ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് നല്ല ചർച്ച ചെന്നെത്തണം, നല്ല പണം വാങ്ങണം, നല്ല സാലറി ജോലി വേല ചെയ്യണം, നല്ല വരുമാനം വേണം, അടിച്ചുപൊളിച്ച് ജീവിക്കണം. അതുകൊണ്ട് അങ്ങനെ സ്നേഹം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്നേഹം അഭിനയിക്കുന്ന അല്ലേ ഒരുപാട് ആളുകൾ ആത്മീയ കോളത്തിലുമുണ്ട്. പ്രൈസോ, അപ്പൊ നമ്മുടെ സ്നേഹം ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ ആത്മാർത്ഥമായ സ്നേഹമായിരിക്കണം. ആത്മാർത്ഥമായ സ്നേഹം. പ്രൈസോ, അവിടെയാണ് ദൈവം നമ്മെ ശരിയായി നമ്മെ ശോധന ചെയ്യുന്നത്. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഒരു വലിയ ചർച്ച നടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. വലിയ ചർച്ച. ആ ചർച്ചയിലെ പ്രധാന വിഷയം പേനയുടെ മുനയാണോ വാളിന്റെ മുനയാണോ, ഏതാണ് വലുതെന്നുള്ളതാണ്. അല്ലേ? അപ്പം വലിയ ചർച്ചയാണ്. അതിനകത്ത് പേനാമുനയാണോ വാളിന്റെ മുനയാണോ വലുത് എന്ന ചോദ്യമായിട്ട് ആ ചർച്ച ആരംഭിക്കുക. വിദ്യാഭ്യാസമാണോ വലുത്, സ്വത്താണോ വലുത്, വീര്യമാണോ വലുത്, ഏതാണ് മികച്ചതെന്ന് പല ചോദ്യങ്ങൾ കടന്നു വരികയാണ്. അങ്ങനെ ആ ചർച്ച നിമിഷങ്ങളോളം നീണ്ടു. പലരും ആ ചർച്ചയിൽ പങ്കെടുത്തു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു, പലതും രേഖപ്പെടുത്തി. ഈ ചർച്ചയ്ക്ക് അല്ലരിയ നേതൃത്വം കൊടുക്കുന്നത് അല്ലരിയ ഒരു നല്ല ജഡ്ജിയാണ്. അല്ലേരിയ അവസാനം ചർച്ചകളെല്ലാം കേട്ട് അല്ലരിയ ചർച്ചയിൽ സംബന്ധിച്ചവരുടെ ആശയങ്ങളെല്ലാം കേട്ട് ജഡ്ജി ഒരു വിധി പുറപ്പെടുവിക്കും. അല്ലേരിയ സ്തോത്രം. ജഡ്ജി ഒരു വിധി പുറപ്പെടുവിക്കും. അല്ലേരിയ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ ചെയ്യുന്ന സ്നേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിങ്ങൾ പറയുന്ന ആശയങ്ങളും നിങ്ങൾ പ്രകടമാക്കുന്ന ആശയങ്ങളും എല്ലാം കേട്ടിട്ട് ആ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ അനുഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ മുമ്പോട്ട് വെച്ച ആശയങ്ങളെ, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്ന നല്ലൊരു ദൈവമുണ്ട്. നിങ്ങൾ ചിന്തിച്ചറിയണം, രക്തം ചെയ്യണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു ചർച്ച തന്നെ നടത്തുക. ഹല്ലേലൂയ. വിശ്വാസമോ പ്രത്യാശയോ സ്നേഹമോ ഏതാണ് വലിയത് എന്ന ആ ചർച്ചയ്ക്കകത്ത് പ്രധാന സംഭവം ഹല്ലേലൂയ
ഇവരെ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം നമുക്ക് വായിച്ച് കാണാൻ കഴിയും. 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പൊ പൗലോസും വലിയൊരു സ്നേഹത്തെക്കുറിച്ച് വലിയൊരു ചർച്ചയാണ്. അവസാനം പൗലോസിന്റെ അവിടെ രേഖപ്പെടുത്തുകയാണ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം അതിൽ ഏറ്റവും വലിയ സ്നേഹമാണെന്ന്. അല്ലേ? ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരോടും ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കരുത്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും സ്നേഹിക്കുകയും ചെയ്യരുത്. അല്ലേലിയ, നിഷ്കളങ്ക മനസ്സോടെ സ്നേഹിക്കണം. അല്ലേലിയ, സ്നേഹത്തിനകത്ത് നാം ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രൈസണം. അല്ലേലിയ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി നൽകി തന്ന മഹാസ്നേഹം, അല്ലേലിയ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ അതിൽ നിന്ന് വിടുവിച്ച് നമുക്ക് രക്ഷ തന്ന് ആ സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി, ആ സ്വർഗീയ അനുഭവം നമുക്ക് തരാൻ, ആ സ്വർഗരാജ്യത്തിൽ നമുക്ക് അവകാശം തരാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. സ്നേഹമില്ലാത്ത വിശ്വാസം തണുത്തതാണ്. സ്നേഹമില്ലാത്ത വിശ്വാസം തണുത്തത്, സ്നേഹമില്ലാത്ത പ്രത്യാശ പ്രയോജനമില്ലാത്തത്. എന്നാൽ സ്നേഹമോ കത്തിജ്വലിച്ച് നിൽക്കും. അതിനകത്ത് വാത്സല്യമുണ്ട്, പ്രത്യാശയെ തട്ടി ഉണർത്തും, ആകാംക്ഷയോടെ പ്രതീക്ഷിച്ച് സഹായങ്ങൾ ആമേൻ നൽകിത്തരുന്ന നിരന്തരമായ സ്നേഹമായിരിക്കും യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമില്ലാത്ത വിശ്വാസം കൊണ്ട്, ഹല്ലേലൂയ, സ്നേഹമില്ലാത്ത പ്രത്യാശ കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ സ്നേഹം കത്തിജ്വലിച്ച് നമ്മളിൽ നിൽക്കണം. അതാണ് യേശു തന്നത്. ഹല്ലേലൂയ. നമുക്ക് തന്ന വാത്സല്യം, നമ്മെ ചേർത്ത് പിടിച്ച് പാപികളായിരുന്ന, ദോഷികളായിരുന്ന എന്നെ നിങ്ങളെയും സ്നേഹിച്ച ആ സ്നേഹത്തിലൂടെ നമ്മെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന ദൈവസ്നേഹം. കർത്താവ് നമ്മെ ഉള്ളംകരങ്ങളിൽ ചേർത്ത് പിടിച്ചിരിക്കുക. സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും നമ്മെ മറന്നു കളയാത്തവൻ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ നല്ല കർത്താവ്. ഇത്രമാത്രം സ്നേഹം തരുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ വെളിപ്പെടുത്തി തന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ നിറയണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, മക്കൾക്ക് അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അപ്പനമ്മമാർക്ക് മക്കളെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വേണം. ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ കർത്താവിന്റെ സ്നേഹം നമുക്ക് വേണം. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞത്, ഗിരിപ്രമാണം ശത്രുക്കളെ സ്നേഹിപ്പിനെന്നാണ് യേശു തന്നെ പറഞ്ഞത്. ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മെ എതിർക്കുന്നവർക്ക് വേണ്ടി, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ സജ്ജരായി മാറണം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകുമെന്ന് പറയുമ്പോഴത്തേനും മരുമോൾ അമ്മായിയമ്മയെ നോക്കും, അമ്മായിയമ്മ മരുമോളെ നോക്കും. ഹല്ലേലൂയ. നമ്മൾ സഭയിലെ വിശ്വാസികളെ നോക്കും. നമുക്ക് ആരുടെയൊക്കെ പക വിദ്വേഷമൊക്കെ കാണുന്നേ. അപ്പൊ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകുമെന്ന് പറയുമ്പോഴേക്കും നോക്കി തലയാട്ടി കണ്ണുകൊണ്ട് ഒരു ആംഗ്യമൊക്കെ കാണിച്ച് ആദ്യം തകർന്ന് ഛിന്ന ഭിന്നമായി പോകും. അല്ലെ? പാട്ടിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിലും ബൈബിൾ വചനം പറയുന്നത് ശത്രുക്കളെ സ്നേഹിപ്പാനാ. ഹല്ലേലൂയ. എന്നാൽ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകുമെന്ന് പറയുമ്പോൾ അത് ജഡരക്തങ്ങളല്ല, അവിടെ സാത്താന്റെ തന്ത്രങ്ങളാണ്. പ്രൈസ്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ സ്നേഹത്തെ നിന്നിൽ തല്ലിക്കെടുത്തുന്ന, നിന്റെ സ്നേഹത്തെ നിന്നിൽ കെടുത്തിക്കളയുന്ന ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളെ നീ മനസ്സിലാക്കി ശത്രുക്കളെ സ്നേഹിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് പറയാം, വിശ്വാസത്താൽ മലകളെ നമുക്ക് നീക്കിക്കളയാം. വിശ്വാസം കൊണ്ട് വീട്, നിലം, കാറ്, ബംഗ്ലാവ് എന്നിവയെല്ലാം നമുക്ക് നേടാം. എന്നാൽ സ്നേഹമില്ലെങ്കിൽ അവയെല്ലാം ജീവനില്ലാത്തതായിരിക്കും. ഹല്ലേലൂയ. എന്തെല്ലാം നമ്മൾ നേടിയാലും സ്നേഹമില്ലെങ്കിൽ അതെല്ലാം ജീവനില്ലാത്ത ശരീരമായിരിക്കും. പ്രൈസ്.
സ്നേഹം വിശ്വാസത്തെക്കാൾ വലുതാണ്. ലേലിയ, സ്നേഹം എന്ന് പറയുന്നത് വിശ്വാസത്തെക്കാൾ വലുതാ. ലേലിയ, സ്തോത്രം. അപ്പൊ നാം ആ ഒരു അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആത്മജീവിതം അഭിവൃദ്ധി പ്രാപിക്കത്തുള്ളൂ. ലേലിയ. അപ്പൊ ക്രിസ്തുവിനോടുള്ള അല്ലേയ ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം, നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന സ്നേഹം, ലേലിയ, ആ സ്നേഹമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഒക്കെ വിശുദ്ധന്മാര് നൽകി തന്നത്, കാണിച്ചു തന്നത്. ലേലിയ. പഴയ നിയമത്തിൽ യഹോവയായി ദൈവത്തെ സ്നേഹിച്ച അനവധി വിശുദ്ധന്മാരെ കാണാൻ കഴിയും. എന്താണ് അവർ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞത്? ക്രിസ്തുവിന്റെ സ്നേഹം. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മഹാസ്നേഹം, ആ ക്രൂശിലെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ അനവധി പുതിയ നിയമ വിശുദ്ധന്മാർ, യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാരടക്കം ആ യേശുക്രിസ്തുവിന്റെ സ്നേഹം മുഖാന്തരം യേശുക്രിസ്തുവിന്റെ സ്വന്തം ജീവൻ വെച്ചു കൊടുത്തു. ആദിമ കാലഘട്ടങ്ങളിൽ അനവധി ആളുകളെ വന്യമൃഗങ്ങൾക്ക് ഇരയായിട്ട് കൊടുത്തു. അനവധി വിശുദ്ധന്മാരെ ആമി കത്തിച്ചു കളഞ്ഞു. അനവധി ആളുകളെ ആമി മൃഗീയമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ ആമീൻ ഉപദ്രവിച്ചു കൊന്നു. അനവധി വിശുദ്ധന്മാരെ ഒരു ദയില്ലാതെ വെട്ടിമുറിച്ച് കളഞ്ഞത്. ഹല്ലേലൂയ. അതൊക്കെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചത് ക്രിസ്തുവിനോടുള്ള സ്നേഹം മുഖാന്തരം. കാരണം യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ തന്ന മഹാസ്നേഹം, നമ്മെ അതിക്രമങ്ങളും പാപങ്ങളും മനോവികാരങ്ങൾക്കും അടിമകളായിരുന്ന് നമ്മെ സ്നേഹിച്ച് നമുക്ക് ആ നിത്യതയിൽ നമുക്ക് ഒരു ഉറപ്പ് തരാൻ, നമുക്കൊരു സ്ഥലം ഉറപ്പിക്കുവാൻ, നമുക്ക് ആ നിത്യത തരാൻ വേണ്ടി ക്രൂശിൽ യേശുവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അനവധി വിശുദ്ധന്മാർ കർത്താവിന് വേണ്ടി ജീവൻ വെച്ചു കൊടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിനകത്ത് എന്തെല്ലാം ക്ലേശം വന്നാലും, ജീവിതത്തിനകത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, എന്തെല്ലാം വെല്ലുവിളികൾ കടന്നു വന്നാലും, ജീവിതത്തിനകത്ത് നീ അനുഭവിക്കുന്ന അമേരിയ പ്രതികൂല സാഹചര്യങ്ങൾ നടുവിലും ദൈവസ്നേഹം നിന്നിൽ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവസ്നേഹം നിന്നിൽ നഷ്ടപ്പെട്ടു പോയാൽ അല്ലൊരു ജീവനില്ലാത്ത ശരീരം പോലെയാണ് നിന്റെ അവസ്ഥ. ഹല്ലേലൂയ. ജീവനില്ലാത്ത ശരീരം നമുക്കറിയില്ല, മരിച്ചതാ. ഹല്ലേലൂയ. ആ ജീവനില്ലാത്ത ശരീരത്തെ ആർക്കും വേണ്ട. അതുകൊണ്ട് ഹല്ലേലൂയ, നിന്റെ സ്നേഹം ജീവനുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ആളുകൾ കർത്താവിന് വേണ്ടി വന്യമൃഗങ്ങൾക്ക് ഇരയായി പാലിന് ത്യാഗപൂർവമായ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ വിധേയപ്പെട്ട് രക്തസാക്ഷികളായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നിങ്ങളും ആ സ്നേഹത്താൽ നിറയ്ക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിനോടുള്ള അതിരു കടന്ന സ്നേഹമാണ് നിങ്ങൾക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരം അനവധി ആൾ സ്നേഹത്തിൽ വഞ്ചിക്കപ്പെടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യം ആവർത്തിച്ചു. ഹല്ലേലൂയ. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മെ സമീപിക്കാറുണ്ട്. പലരുടെ സ്നേഹം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകും. അത് ജീവനുള്ള സ്നേഹമാണോ ജീവനില്ലാത്ത സ്നേഹമാണോ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഞാനൊരു ആത്മീയ ശുശ്രൂഷയുടെ രംഗത്തൂടെ പോകുന്നത് കൊണ്ട് പലരോടുമായി സംസാരിക്കുമ്പോൾ അവരുടെ സംസാരങ്ങളും ഇടപെടലുകളും അവരുടെ പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് അത് ജീവനില്ലാത്ത സ്നേഹമാണോ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുമ്പോൾ ഒരിക്കൽ ഒരു പത്രാധിപൻ ബില്ലി ഗ്രഹാമിന്റെ അടുക്കൽ വന്ന് താങ്കൾ പിടിച്ചിരിക്കുന്ന വേദപുസ്തകം ഹല്ലേലൂയ അതിനകത്ത് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ബില്ലി ഗ്രഹാമിനെ ഒരു ഇന്റർവ്യൂ ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചുകൊണ്ട് എനിക്ക് വളരെയധികം ഹല്ലേലൂയ ഇഷ്ടപ്പെട്ട വേദഭാഗം ഹല്ലേലൂയ
കൊരിന്ത്യർ ലേഖനം 13 അധ്യായമാണെന്ന് താൻ പറഞ്ഞു. അത് സ്നേഹത്തിന് തന്നെ ഒരു അധ്യായമുണ്ട്. സ്നേഹത്തിന് തന്നെ ഒരു അധ്യായമുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാൽ ലഭിച്ച സ്നേഹത്തിന് വേദപുസ്തകത്തിൽ ഒരു അധ്യായം മുഴുവനും മാറ്റിവെച്ചിരിക്കുന്നത് തന്നെ ഒരു ആശ്ചര്യമല്ലേ? അതാണ് 1 കൊരിന്ത്യർ ലേഖനം അല്ലെങ്കിൽ 13 അധ്യായം. സ്നേഹം കൊണ്ട് മാത്രം, സ്നേഹത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു അധ്യായം. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു അധ്യായമാണ് എബ്രായ ലേഖനം 11 എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവവചനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ, ദൈവവചനത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി 119 സങ്കീർത്തനം നമുക്ക് വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നു. യഥാർത്ഥത്തിൽ ഉണർവ് എന്താണെന്ന് അറിയും. ഉണർവിനെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ, ഒരു ഉണർവ് നമ്മളിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് യെശയ്യാവിന്റെ പുസ്തകം 64 നമുക്ക് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. എന്നാൽ കാൽവരി ക്രൂശിൽ നമുക്ക് നൽകാൻ പോകുന്ന സ്നേഹത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിൽ രേഖപ്പെടുത്തി. ഹല്ലേലൂയ. അതുപോലെയാണ് സ്നേഹത്തിനായി 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം മാറ്റിവെച്ചത്. ഹല്ലേലൂയ. നമുക്ക് എത്ര വലിയ സന്തോഷമാണ്. വേദപുസ്തകത്തിലെ ചില അധ്യായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കണം. എല്ലാ വചനവും ചേർത്ത് പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ചില വചനത്തിലെ ചില അധ്യായങ്ങളെ പ്രാധാന്യതയാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഒരിക്കലും ഒരു പണ്ഡിതന്മാരിൽ ഒരാൾ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് കൽപ്പനകളിൽ മുഖ്യമായ കൽപ്പന ഏതാണെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇതൊരു സാധാരണ ചോദ്യമല്ല. അന്നാളുകളിൽ സകല ന്യായപ്രമാണവും പ്രവചന ഭാഗങ്ങളിലെ കർത്താവിന്റെ കൽപ്പനകളും കോർത്തിണക്കി വേദപണ്ഡിതന്മാർ ഏകദേശം 3600 പരം കൽപ്പനകൾ നിയമിച്ചിട്ടുണ്ടായി അന്നത്തെ എഴുത്തുകളിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏത് എന്ന് ചോദിച്ചാൽ എന്തു പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. സകല കൽപ്പനകളും മുഖ്യമായത് തന്നെ എന്ന് യേശു നിസ്സാരമായി പറഞ്ഞില്ല. ഉടനെ അവൻ വളരെ വ്യക്തമാക്കി, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നായിരുന്നു യേശുക്രിസ്തുവിന്റെ മറുപടി. അപ്പൊ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരും യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും ഒക്കെ ആയിരുന്ന പലരും സ്നേഹത്തെക്കുറിച്ച് പലതും അവർ അഭിപ്രായപ്പെട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടാണ് യേശുവിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നത്. സകല കൽപ്പനകളും മുഖ്യമായതാണ്. അതിൽ ഏതാണ് ഏറ്റവും വലുത്? അപ്പോഴാണ് യേശു സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയുന്നത്. എന്നെ കേൾക്കുന്നവർ, ഈ സ്നേഹിതരെ, സ്നേഹം എന്ന് പറയുന്നത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതല്ല. ലോകത്തിലെല്ലാം നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും. പക്ഷെ സ്നേഹം ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടത്തില്ല. സ്നേഹം യേശുക്രിസ്തുവിലൂടെ മാത്രം ലഭ്യമാകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാന ജീവിതം വേണമെങ്കിൽ ഹല്ലേലൂയ, സ്നേഹത്തോടെ സംസാരിക്കണം, സ്നേഹത്തോടെ നോക്കണം, സ്നേഹത്തോടെ കേൾക്കണം. ഹല്ലേലൂയ. എല്ലാത്തിനും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു താഴ്മയുടെ അനുഭവം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ വേളകളിൽ 3.5 വർഷം യേശുവിന്റെ ശുശ്രൂഷ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ തന്റെ അടുക്കൽ കടന്നു വന്ന സകലരെയും, രക്തസ്രാവക്കാരി കടന്നു വന്നു, കുഷ്ഠരോഗികൾ കടന്നു വന്നു, കുരുടന്മാർ കടന്നു വന്നു, ചികടന്മാർ കടന്നു വന്നു, മുടന്തന്മാർ നടന്നു വന്നു, പക്ഷവാതക്കാരെ കൊണ്ടുവന്നു, തളർവാദം പിടിച്ചവരെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ചന്ദ്രരോഗം പിടിച്ചവരെ കൊണ്ടുവന്നു, മരിച്ചവരെ കൊണ്ടുവന്നു. ഇതെല്ലാം യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ അവിടെയെല്ലാം യേശു അവരെ ആട്ടി ഓടിച്ചില്ല. യേശു അവരെ സ്നേഹിച്ചു എന്നുള്ളത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ പരശുശ്രൂഷ സമയത്ത് യേശുക്രിസ്തുവിന്റെ അരികിൽ കടന്നു വന്ന സകലരെയും യേശു സ്നേഹിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ നമ്മെ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതേപോലെ നമ്മുടെ കർത്താവിന്റെ സ്നേഹം മഹാസ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു നമ്മെ ഒരിക്കലും കൈവിട്ട് കളയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ.
അപ്പൊ യേശുവിനോട് ചോദിച്ചു, ഏതാണ് വലുത് ചോദിച്ചു. യേശു അല്ല, വീണ്ടും ആ വൈദികൻ രണ്ടാമത്തെ കൽപ്പന ഏത് എന്ന് ചോദിച്ചു. ക്രിസ്തുവിന് മുമ്പ് അല്ലെ അവൻ അവർ തുടരെ രണ്ടാമത്തേത് അല്ലെ അതിനോട് സമം എന്ന് ആമൻ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഇവയിൽ വലുതായിട്ടും മറ്റൊരു കൽപ്പനയുമില്ലെന്ന് യേശു പറഞ്ഞു. അല്ലേ? അപ്പൊ സ്നേഹം തന്നെ വലിയത് എന്ന് പൗലോസ് പറയാൻ കാരണം അത് തന്നെയാണ്. പ്രധാനപ്പെട്ട കൽപ്പന ഏതാന്ന് ചോദിച്ചാൽ സ്നേഹം തന്നെയാണ് പ്രീതി. അല്ലേലിയ, സ്തോത്രം. അതുകൊണ്ടാണ് അല്ലെ സ്തോത്രം അല്ലെ യേശുക്രിസ്തു പറയുന്നത്, അല്ലെ പിതാവ് അല്ലെ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 15-9 പറയുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ യേശുവിന്റെ സ്നേഹം അത്ര വലുതാണ്. അപ്പം പിതാവ് നമ്മെ സ്നേഹിച്ചതിനാൽ യേശുവിനെ അല്ലെ നാം സ്നേഹിക്കണം. പിതാവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നമ്മെ ഉയർപ്പിച്ച് ആമേൻ സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി നമ്മെ ഒരുക്കി. നിത്യതയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം തന്ന, പാപപരിഹാരം തന്ന്, നിത്യജീവനെ തന്ന്, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സ്നേഹത്തെ നമുക്ക് തിരിച്ചു തന്ന്, നമുക്ക് സന്തോഷം തന്ന്, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും പുത്രനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയതും. ആ കർത്താവായ യേശുവിന്റെ മഹാസ്നേഹമാണ് നമ്മളിൽ വെളിപ്പെടേണ്ടത്. രക്തം ചെയ്യും. പ്രൈസ് ലോർഡ്. പിതാവ് നമ്മെ സ്നേഹിച്ചതിനാൽ യേശുവിനെ നമ്മൾ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം. ഇതൊന്നും ഒരു അഭിനയമാകരുത്. പ്രൈസ് ലോർഡ്. ചിലരൊക്കെ കർത്താവിനെ സ്നേഹിക്കാനായിട്ട് കടന്നു വരും, കാരണം അവർക്ക് രോഗം മാറിയാൽ മതി. രോഗം മാറിക്കഴിയുമ്പോൾ ആ സ്നേഹത്തിന് പലരും പോകും. ചിലർക്ക് കടങ്ങൾ തീർന്നാൽ മതി, ചിലർക്ക് നന്മകൾ കിട്ടിയാൽ മതി, ചിലർക്ക് ബന്ധനം കഴിഞ്ഞാൽ മതി. അത് നമ്മൾ ശുശ്രൂഷയിൽ കണ്ട അനേകം ആളുകളും ജീവിതത്തിൽ തകർന്ന് കടബാധിതരാൽ നിറയപ്പെട്ടവരുണ്ട്. അവർ ദൈവസന്നിധി കടന്നു വന്ന് പ്രാർത്ഥിച്ചവരുടെ കടബാധിത മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് യേശുവിനെ കുറിച്ച് പറയുന്നത് അപമാനമായി മാറി. രോഗം സൗഖ്യമായവര്, കുടുംബം തകർന്നവരെല്ലാം കുടുംബം വീണ്ടും ചേർത്ത് കഴിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അനേക അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ, അനവധി നന്മകൾ പ്രാപിച്ച പലരും പിന്നത്തേതിൽ അവരെ കാണുമ്പോൾ എന്താ സഹോദര സൂര്യ ആരാധനിക്കുന്നവരാണ്. അത് ബന്ധുക്കൾ കാണും, അയൽവാസികൾ കാണും, നിങ്ങളുടെ ചർച്ചിന് ചുറ്റുമുള്ളതൊക്കെ ഞങ്ങളെ അറിയാവുന്നവരാ. അല്ലേ? ഇപ്പൊ രോഗം മാറാൻ വേണ്ടിയിട്ടും സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടും നന്മ കിട്ടാൻ വേണ്ടിയിട്ടും കടം മാറാൻ വേണ്ടിയിട്ടും മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം നടക്കാൻ വേണ്ടിയിട്ടും യേശുവിന്റെ ഒരിക്കൽ വന്നപ്പോൾ അപ്പോൾ അവർക്ക് നാട്ടുകാര് അല്ലെ അയൽവാസികൾ ബന്ധുക്കൾ കാണുമെന്നുള്ള അതും അപമാനം ചിന്തിച്ചില്ല. അപ്പൊ അവര് യേശുവിനെ ഇഷ്ടമായിരുന്നു. എന്നാൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ വേണ്ടാത്ത, യേശുവിന്റെ സ്നേഹം മറന്നു കളയുന്ന അനവധി ആളുകൾ ഇന്നുണ്ട്. അതിലാരെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്നെ ദൈവം സ്നേഹിച്ച സ്നേഹം മുഖാന്തരമാണ് നിന്റെ കടക്കണിയിൽ നിന്നെ വിടിവിച്ചത്. മരണകരമായ അനുഭവത്തിനെ വിടിവിച്ചത് യേശുവിന്റെ സ്നേഹമാണ്. അല്ലേലിയ. നിനക്ക് എന്തെങ്കിലും നന്മ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. അല്ലേലിയ. അതുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടായിരിക്കണം. അപ്പൊ കർത്താവ് നമ്മെ സ്നേഹിച്ചു, യേശു നമ്മെ സ്നേഹിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശ്വാസദായകനായി അയച്ചു തന്നു. അല്ലേലിയ. യേശു ഭൂമിയിലായിരുന്നു. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നപ്പോൾ നമുക്ക് ആശ്വാസദായകനായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നൽകി തന്നു. അത് ദൈവത്തിന്റെ സ്നേഹമാണ്, അത് യേശുവിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൽ നിന്ന് ഇത്രമാത്രം സ്നേഹം അനുഭവിച്ച നിങ്ങൾ അവനെ ഒരിക്കലും മറന്നു കളയരുത്. നിങ്ങൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സ്നേഹിക്കണം. മാത്രമല്ല അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ദിനതോറും ദൈവസ്നേഹത്തിൽ നിങ്ങൾ വളരണം. പ്രൈസ് ലോർഡ്. രക്തം ചെയ്യും. സ്നേഹം എന്നൊക്കെ പറയുന്ന വേദപുസ്തകത്തിന്റെ ഒരു പ്രഥമ കാര്യം തന്നെയാണ്. വേദപുസ്തകം തന്നെ സ്നേഹമാണല്ലോ. യേശു സ്നേഹമാണ്, ദൈവസ്നേഹം തന്നെയാണെന്നൊക്കെയാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ആരുടെയും കയ്യിലിരിക്കുന്ന പണം കണ്ടിട്ട് നിങ്ങൾ സ്നേഹിക്കരുത്. ഹല്ലേലൂയ.
ആരുടെയും കയ്യിലെ പേഴ്സിനകത്തെ പണം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് മോഹിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ നന്മകൾ കണ്ട് അവരുടെ അനുഗ്രഹങ്ങളുടെ ഉയർച്ച കണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ആരും സ്നേഹിക്കരുത്. ലേലിയ സ്നേഹം എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ ക്രിസ്തു നൽകിയ സ്നേഹം അങ്ങോട്ട് മടക്കി കൊടുക്കുന്നതാണ്. ലേലിയ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പകരം കിട്ടുമെന്ന് ഓർത്തിട്ടല്ല യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ക്രൂശിൽ വെച്ച മഹാസ്നേഹത്തെ വെളിപ്പെടുത്തിയതും നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ലേലിയ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുന്ന മക്കളെ സ്നേഹിച്ച് അതിന് വിടിവിച്ച് സ്വർഗത്തിൽ ഇരുത്തുവാൻ വേണ്ടിയിട്ട് യേശു തന്റെ ജീവൻ വെച്ചു കൊടുത്തതാ. അതുകൊണ്ട് ആരുടെയും ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ആ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ പോകരുത്. അല്ലേലിയ സഹോദരങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ലേലിയ അപ്പൊ ലോകം സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. ലോകം സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ 10 മാസം ത്യാഗപൂർവ്വം സ്നേഹപൂർവ്വം ചുമക്കുന്നു. ആ കുഞ്ഞ് ജനിച്ചാൽ തന്റെ രക്തത്തെ പാലാക്കി ഊറ്റുന്നു. ആ കുഞ്ഞിന് അസുഖം ബാധിച്ചാൽ ആ കുഞ്ഞിനെ രാവും പകലും ഉറങ്ങാതെ കാത്തു പരിപാലിക്കുന്നു. ഇതെല്ലാം ഇവിടുത്തെ സ്നേഹമാണ്. അല്ലേലിയ ഇന്ന് അനേക കുടുംബങ്ങളിൽ സ്നേഹം കുറഞ്ഞു കാണപ്പെടുന്നു. അല്ലേലിയ സ്തോത്രം. വിവാഹം കഴിഞ്ഞ ഉടനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വത്ത് വീതം വെക്കുമ്പോൾ, മാതാപിതാക്കളുടെ സമ്പത്ത് വീതം വെക്കുമ്പോൾ ഭാഗ ഉടമ്പടിയില് സ്നേഹം നഷ്ടപ്പെടുന്നു. അവിടെ തല്ലും വെട്ടും കുത്തും കൊലയൊക്കെ നടക്കുക. അല്ലേലിയ കൺമണി പോലെ നമ്മെ കാത്തു സൂക്ഷിച്ച് നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മമാർ അപ്പന്മാർ നമ്മളെ ആ എളിയിൽ വെച്ച് ചുമന്നുകൊണ്ട് പണിയെടുത്ത് നമ്മെ വളർത്തിയൊരു കാലഘട്ടമുണ്ട്. ഈശ്വരോ മക്കൾ വളർന്ന് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ച മാതാപിതാക്കൾക്ക് സ്നേഹം കിട്ടാതെ ഇന്ന് പല മക്കളും മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഓൾട്ടേജ് ഹോം വൃത്തസ്ഥാനത്തെ കൊണ്ട് തള്ളുകയാണ്. പലരും മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ട് തീർത്ഥാടനത്തിന് പോകും. പലരും മാതാപിതാക്കളെ കൂടി തീർത്ഥാടനത്തിന് പുണ്യകേന്ദ്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകും. എന്നിട്ട് പ്രായമായ മാതാപിതാക്കളെ കൈക്ക് പിടിച്ചിറക്കി പുണ്യസ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ പ്രായമായ മാതാപിതാക്കളെ എവിടെയെങ്കിലും മാറ്റിയിരുത്തും, ഞങ്ങൾ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ അവർ ആ വഴിക്ക് ചെല്ലത്തില്ല. അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ എത്രയോ മാതാപിതാക്കളെ പിന്നീട് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പലരും ഏറ്റെടുത്ത് വൃത്തസനത്തിൽ കൊണ്ടിട്ടിരിക്കുന്നു. അല്ലേലിയ ഈ മാതാപിതാക്കൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ വളർത്തിയെടുത്തതാ. അവസാനം ആ മാതാപിതാക്കൾക്ക് ലഭിച്ചതാ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ തള്ളപ്പെട്ട അവസ്ഥ, വൃത്തസദനങ്ങളിലേക്ക് കൊണ്ട തള്ളുന്ന അനുഭവങ്ങൾ. അതൊക്കെയാണ് ഈ ലോക സ്നേഹം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അല്ലേലി എന്ന് യേശു എന്താണ് ചെയ്തത്? യേശു നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ സ്നേഹിക്കണം. എന്ത് ത്യാഗം വന്നാലും എന്ത് കഷ്ടം വന്നാലും നാം സ്നേഹത്തിൽ നിന്ന് മാറരുത്. പൗലോസിനെ കണ്ടുപഠിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വിടിവിക്കും. കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തെല്ലാം പൗലോസിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് പൗലോസ് പറയുക. നിങ്ങൾക്കതിന് കഴിയുമോ? നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടോ? ലേലിയ നാം നമ്മെ തന്നെ വിധിക്കണം. ലേലിയ നാം ഒരേ സമയം തന്നെ നമ്മളിൽ വിധി നടത്തുന്ന വിധികർത്താവും കൂടെ ആയിരിക്കണം. സ്തോത്രം. നിങ്ങൾക്ക് തന്നെ ഒരു ജഡ്ജിയാകണം. ലേലിയ എന്നിട്ട് നിങ്ങളെ വിധിക്കണം. നിങ്ങളെ ന്യായവിസ്താരം നടത്തണം. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലേലിയ അതെ, നിങ്ങളെ തന്നെ വിധിക്കുന്നത് നല്ലതാ. എന്നെ കേൾക്കുന്നവർ, അനേക കുടുംബങ്ങളിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് കയ്പുകളും കോപങ്ങളും വിദ്വേഷങ്ങളും കഠിനമായ ഉപദ്രവങ്ങളും അടിയും തൊഴിയും വരുന്നത് അനുഭവിക്കുന്നത് പല കുടുംബങ്ങൾക്കകത്തും ആത്മഹത്യകൾ നടക്കുന്നത്, കൊലപാതകങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? സ്നേഹം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. സ്നേഹം നഷ്ടപ്പെട്ടു പോയതാ. കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൂടെ സ്നേഹത്തിൽ വസിക്കണം. കുടുംബമായാൽ, വീടായാൽ കലമുടയും എന്നൊക്കെ പഴമക്കാര് പറയാറുണ്ട്. വീടായാൽ എന്ത് ചെയ്യും? കലമുടയും.
എന്നും കണ്ട് അല്ലൊരു ആ ഒരു അനുഭവത്തിൽ പോകാനല്ല, കല ഉടഞ്ഞ അടുത്ത കലമൊക്കെ നമ്മൾ വാങ്ങും എന്ന് പറഞ്ഞപോലെ. കുടുംബമാണോ, ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് പിന്നീട് കുലപാതകത്തിലേക്ക് എത്തരുത്. അത് അവിടെ വെച്ച് തന്നെ മാറ്റണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അല്ലേലിയ രക്തം ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ? പ്രൈസലോ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാണ്. അല്ലേലിയ. അത് അല്ലേലിയ അത്ഭുത സ്നേഹമാണ്. അവന്റെ കാൽവരി സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ കല്ലുപോലെയുള്ള നമ്മുടെ ഹൃദയം ഉരുകണം. നമ്മുടെ ഹൃദയം എന്താണ്? കല്ലുപോലെയുള്ള ഹൃദയമാണ്. അപ്പൊ യേശുവിന്റെ കാൽവരി കുരിശിലെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കല്ലുപോലെയുള്ള ഹൃദയം ഉരുകണം. അവന്റെ സ്നേഹത്തിലായിരിക്കണം നമ്മുടെ ജീവിതം അല്ലേലിയ കൊണ്ടുപോകേണ്ടത്. അല്ലേലിയ സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള അല്ലേലിയ വിശ്വാസത്താനത്ര ജീവിക്കുന്നതെന്ന് ഗലാത്യലേഖനം 2:20 പൗലോസ് രേഖപ്പെടുത്തിയത്. സ്നേഹത്തെക്കുറിച്ച് വാദവരാതെ സംസാരിക്കുക പൗലോസ്. അല്ലേലിയ. പൗലോസ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സ്നേഹത്തെക്കുറിച്ച് വാദവരാതെ സംസാരിച്ചത്. തന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത്. നമ്മൾ സ്നേഹത്തെക്കുറിച്ച് വാദവരാതെ സംസാരിക്കുമ്പോൾ നമ്മൾ ആരുടെ ഈ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു. സ്നേഹം ക്രിസ്തു നൽകിയത് തിരിച്ചങ്ങോട്ട് കൊടുത്താൽ മതി. യേശു നിന്നെ സ്നേഹിച്ച സ്നേഹം നീ തിരിച്ചു കൊടുത്താൽ മതി. നിന്റെ ശത്രുവിനെ, അല്ലേലിയ, നിന്റെ അയൽവാസിക്ക്, നിന്റെ കുടുംബത്തിലുള്ളവർക്ക് ആ സ്നേഹം നീ തിരിച്ചു കൊടുക്കണം. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയതകളെ, നിങ്ങളുടെ ആദ്യ സ്നേഹം പൂർണ്ണ സ്നേഹവും അലിയ ആ പൂർണ്ണമായ ആ സ്നേഹത്തിന്റെ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം. അല്ലേലിയ. അവൻ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയപ്പോൾ, നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളെ മക്കളാക്കി മാറ്റിയപ്പോൾ, നിങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ, യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ നൽകിയ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മെ ഒന്ന് വിധേയപ്പെടുത്താം. അല്ലേലിയ സ്തോത്രം. അതേ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കണം. അല്ലേലിയ സ്തോത്രം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അല്ലെ നിങ്ങൾക്ക് വേണ്ടി അവൻ അവസാനത്തിനുള്ളിൽ രക്തം പകർന്നു, അവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ സ്നേഹിക്കാത്തവൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ദൈവ സ്നേഹം തന്നെയെന്ന് 1 യോഹന്നാന്റെ ലേഖനം 4:8 കാണാൻ കഴിയും. അപ്പൊ സ്നേഹിക്കാത്തവൻ സ്വന്തം മാതാവിനെ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഭാര്യയെ, സ്വന്തം പിതാവിനെ, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ, അയൽവാസിയെ, ശത്രുക്കളെ സ്നേഹിക്കാത്തവൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിനെ അറിഞ്ഞാൽ, ആ യേശുവിന്റെ ക്രൂശിലെ സ്നേഹം നാം മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും സ്നേഹിക്കും. വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായി നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തി നിൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തുവെന്നാണ് എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുന്നത്. അതെ, ആ സ്നേഹത്തിന് മുമ്പിൽ നേൽപ്പിച്ചു കൊടുക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സ്നേഹം നഷ്ടപ്പെട്ട ആരുടെയും സ്നേഹം കിട്ടാതെ കണ്ണുനീരിന്റെ നടുവിലാണോ നീ? ദുഃഖമാണോ നിനക്ക്? ജീവിതത്തിൽ നിരാശയാണോ? എന്റെ നിലയിൽ ഭാരപ്പെട്ടു പോകണ്ട. നിന്നെ സ്നേഹിപ്പാൻ യേശുവുണ്ട്. നിന്നെ കരുതുവാൻ യേശുവുണ്ട്. നിന്റെ ആകുലതകളെ, നിന്റെ മനോവികാരങ്ങളെ ലോകം നിന്നെ തള്ളിക്കളയുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കുവാൻ യേശുവുണ്ട്. ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുമ്പാകെ നിന്നെ ധരിപ്പിച്ചു കൊടുക്കാമോ? കണ്ണുകളടച്ചാട്ട്. ആരും നിന്നെ സ്നേഹിപ്പാനില്ലെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നു. ആരും നിന്നെ കരുതിയില്ലെങ്കിലും യേശു നിന്നെ കരുതുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം അകന്നു നിൽക്കുമ്പോൾ, നിന്റെ കൂട്ടുവിശ്വാസികൾ അകന്നു നിൽക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവി കാൽവരി ക്രൂശിൽ കർത്താവിന് തന്ന മഹാസ്നേഹത്തിന് മുമ്പിൽ കർത്താവി ഞങ്ങളെ ഓരോരുത്തരും ഈ ലോകത്തിലുള്ള 800 കോടിയധികം ജനത്തെ സമർപ്പിക്കുകയാണ്. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിലായിരിക്കുന്ന ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലൂടെ കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകലരെയും, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണപിതാക്കൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയിൽ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ,
അല്ലെങ്കിൽ കർത്താവ് വിവിധ ദ്വീപുകളിലായിരിക്കുന്നവർക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കരസേന, വ്യോമസേന, നാവികസേനധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRP, കടലെറിയ ക്രമസമാധാന പാലകർ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന രഹസ്യ വിഭാഗങ്ങളെ, ക്രമസമാധാന പാലകർ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യറി വകുപ്പുകളെ, കരയിലെ കടലിൽ ആകാശമാർഗം വാഹനോടിക്കും യാത്രഭാഗത്തിൽ നിർമ്മിതാക്കളെ, സെയിൽസ് ചെയ്യുന്നവരെ, കടലോരവാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധനത്തിനായി കടന്നുപോയിരിക്കുന്നവർ, ആമി കമ്പനികളിലും ഫാക്ടറികളിലൊക്കെ ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമല്ല വ്യാപാരികളും വ്യവസായ വഴിവര കച്ചവടക്കാരെ, ക്ഷീരമേഖലയിലെ കാർഷിക മേഖലയിലായിരിക്കുന്നവരെ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മോട്ടോർ രംഗത്ത്, ടാക്സി ഓട്ടോ സർവീസ് വലുതും ചെറുതുമായ എല്ലാ വാഹനം ഓടിക്കുന്നവരെയും, എല്ലാവരും യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, മദ്യത്തിനും മയക്കുവിനും ലഹരി പദാർത്ഥങ്ങളും തീവ്രവാദ ഭീകര വർഗ്ഗത്തിലകപ്പെട്ട് കിടക്കുന്നവർ, കർത്താവേ, സമാധാനമില്ലാത്ത അനേക കുടുംബങ്ങളിൽ ജീവിക്കുന്നവർക്ക്, ഓർഫനേജിലൊക്കെ താമസിക്കുന്നവർക്കായി പ്രാർത്ഥി. ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർത്തത്തിലും വൃത്തിൽ യാചർ ഓർഫനേജ് കൊണ്ട് ജീവിത തടവറയിലായിരിക്കുന്നവർക്കായി, കർത്താവേ, വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയിരിക്കുന്നവർ, പഠനത്തെ ജോലിയെ കടന്നുപോയിരിക്കുന്ന കഷ്ടം സഹിക്കുന്നവരെ എല്ലാം ഞങ്ങൾ മണലാണ്ടി വളരെ വേദന കടന്നു പോകുന്നു. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി ജോലിക്ക് കടന്നു വീട് അനുഭവിക്കുന്നവരെ കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവി സ്തോത്രം. ഞങ്ങൾ ലോകം പാപത്തിൽ വളർന്ന് പാപത്തിൽ ആമയും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനം പാപം വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവി, ജനത്തിന്റെ ജീവിതത്തിൽ എല്ലാ ജടികമായ സ്വഭാവങ്ങളും മാറി, എല്ലാ അതിക്രമങ്ങളും മാറി, എല്ലാ ജടിക വിചാരങ്ങളും മാറി, താമെ സ്നേഹം ഒരു അഭിനയമാക്കി മാറ്റാതെ സ്നേഹം അനുഭവമായി കാണുവാൻ, അനുഭവമായി സ്വീകരിക്കുവാൻ, ശത്രുവിനെ സ്നേഹിപ്പാൻ, ഉപദ്രവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ കരുതുവാനുള്ള നല്ല മനസ്സ് ജനത്തിന് കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകലത്തും വലിയ ദൈവം നീതി വെളിപ്പെടണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.